ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവള് മാത്രമല്ല, അവളുടെ കുടുംബം കൂടി പെട്ടുപോകും. അവറ്റകള് പാവങ്ങളാ, ദേവനാരായണൻ തിരുമേനിയും ഭാര്യയും. പക്ഷേ ഇവളെ വളർത്തി വലുതാക്കി കണിമംഗലത്തെത്തിച്ചതിന്റെ കുറ്റം അവരുടെ തലയിൽ നിന്ന് പോവില്ലല്ലോ. അപ്പോഴേ അവരും ശിക്ഷിക്കപ്പെട്ടല്ലേ പറ്റൂ. അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് തന്നെ ചെയ്യാം. അത് മതി. എന്താ എടുത്തി? നീ എപ്പോഴാ വന്നേ? നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അടുക്കളയിൽ ചെന്നപ്പോ ഏട്ടത്തിയെ കണ്ടില്ല. ഇതുവഴി പോകുമ്പോ ഏട്ടത്തി ഇവിടെ നിൽക്കുന്ന കണ്ടു. എന്തെങ്കിലും കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അല്ല, ഏട്ടത്തിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? മുഖം വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല. ഓ, എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നെ പിന്നെ ആ തരത്തിലല്ലേ കൂട്ടിയിട്ടുള്ളൂ. നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല. ഷെൽഫിലെ സ്വർണ്ണാഭരണങ്ങളിൽ കുറച്ച് കുറവുണ്ടോന്നൊരു സംശയം. അതെങ്ങനെ? ഷെൽഫിന്റെ താക്കോലൊക്കെ എടുത്ത് രാധികയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നേ? അതെ, പക്ഷേ സ്വർണം പോയിട്ടുണ്ടെന്നുള്ളത് സത്യമോ? ഞാൻ 2-3 തവണയെ നോക്കുന്നു. ഏട്ടത്തി, ഷെൽഫിന്റെ താക്കോല് രാധികയുടെ കയ്യിലായിരുന്നതുകൊണ്ട് അവൾ അറിയാതെ സ്വർണം ഒരിടത്തും പോകില്ല എന്നൊരു ന്യായം ആർക്ക് വേണമെങ്കിലും കണ്ടെത്താം. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം, രാധിക അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല. നമുക്കങ്ങനെ മനസ്സിൽ തോന്നാനേ പാടില്ല. നമ്മുടെ വരണ്ട ഭാര്യയല്ലേ. രാധിക മോളെ കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതിനൊരു ഉത്തരം വേണ്ടേ? ഇപ്പൊ ഇത് ഞാനും ഏട്ടത്തി മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. തൽക്കാലം ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ വീടിനകത്ത് നടന്ന കാര്യമാവുമ്പോ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. അതിനിടയില് ചെറിയ ഒരു സംശയം പോലും ഏട്ടത്തി രാധിയോട് കാണിക്കരുത്. അത് അവക്ക് താങ്ങില്ല. കണിമംഗലം കുടുംബത്ത് എന്നെ കാണുന്നത് പോലെ അല്ല ഏട്ടത്തെ കാണുന്നത്. ഞാൻ ചിലപ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, ആരെങ്കിലുമൊക്കെ ചീത്തയും പറയും. പക്ഷെ അമ്മ എപ്പോഴും പറയും, വ്യക്തമായിട്ട് ആലോചിക്കാതെ പത്മിനി ഒന്നും സംസാരിക്കില്ലെന്ന്. ആ പക്വത ഏട്ടത്തി ഈ കാര്യത്തിൽ കാണിക്കണം. നമുക്ക് നോക്കാം ഏട്ടത്തി. ഒരു തെളിവേ നമ്മുടെ കൺമുന്നിൽ എത്താതിരിക്കില്ല. ഏട്ടത്തി ആരെയും തൽക്കാലം കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. പക്ഷേ തെളിവടക്കം ഒരാള് കുറ്റക്കാരിയാണെന്ന് കണ്ടുപിടിച്ച അതിപ്പോ ഞാനാണെങ്കിൽ പോലും ഏട്ടത്തി വെറുതെ വിടരുത്. പരമ്പരയായി കൈമാറുന്ന ആഭരണം കൂടി ഇരിക്കുന്ന ഷെൽഫ് അത്. അതിനകത്ത് അർഹതയില്ലാത്ത ഒരാളുടെ കൈയെത്തിയാൽ അത് നിസ്സാര കാര്യമല്ല. അത് കണിമംഗലത്തിന്റെ പാരമ്പര്യത്തിൽ തൊട്ടതുപോലെയാ. വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഏട്ടത്തി ഒന്ന് സമാധാനിക്കേ. നമ്മുടെ വീട് വിട്ട് അതൊന്നും പുറത്തു പോവില്ല. നമ്മുടെ പരമ്പര ദൈവങ്ങളില്ലേ, അവരതിനെ കാവലില്ലേ. ദൈവം തരട്ടെ. ഹലോ അമ്മേ. എടാ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് ചോദിക്കാനാ വിളിച്ചേ. എന്താ? അന്ന് ഞാൻ എടുത്തുനിന്ന് സ്വർണ്ണമൊക്കെ വിറ്റോ? മുഴുവൻ വിറ്റിട്ടില്ല. എന്തു പറ്റി? ആ കൂട്ടത്തില് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റുള്ളൊരു വലിയ മാലയില്ലേ, അത് നിന്റെ തന്നെ ഉണ്ടോ? ഉണ്ടമ്മേ, അത് ഞാൻ വിറ്റിട്ടില്ല. അത് നന്നായി. എന്നാലേ അതുകൊണ്ടൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, അത് കണിമംഗലം കുടുംബത്തിലെ പാരമ്പര്യമായി വെച്ചിരിക്കുന്ന ഒരു ആഭരണ. അല്ല, കണിമംഗലം കുടുംബത്തിന്റെ പാരമ്പര്യം ഇനി നമ്മൾ കാക്കേണ്ട കാര്യം എന്താ? എടാ, ഇവിടത്തെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നൊന്നും അല്ല. ആ മാല വെച്ച് ഒരു പണിയുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം രാധികയെ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതല്ലേ. അവളെ കണിമംഗലത്തുനിന്ന് പുറത്താക്കാൻ ആ മാല മതി.
അമ്മ എന്താ ഈ പറയുന്നത്? അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? അമ്മേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആകെ നടന്നൊരു കാര്യമാണ് അവിടുത്തെ ഷെൽഫിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ എടുത്തത്. ഇനി അതുകൂടി കളയണ്ട. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ മാല നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? പറ. നിനക്കെന്താ തോന്നുന്നത്? ഇത് ഫലിക്കോ ഇല്ലയോ? അമ്മയെ ഞാൻ സമ്മതിച്ചു. ഫലിച്ചാൽ ഇതിലും വലിയൊരു അടി അവൾക്ക് കിട്ടാനില്ല. അവള് മാത്രമല്ല, അവളുടെ കുടുംബം കൂടി പെട്ടുപോകും. അവറ്റകള് പാവങ്ങളാ, ദേവനാരായണൻ തിരുമേനിയും ഭാര്യയും. പക്ഷേ ഇവളെ വളർത്തി വലുതാക്കി കണിമംഗലത്തെത്തിച്ചതിന്റെ കുറ്റം അവരുടെ തലയിൽ നിന്ന് പോവില്ലല്ലോ. അപ്പോഴേ അവരും ശിക്ഷിക്കപ്പെട്ടല്ലേ പറ്റൂ. അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് തന്നെ ചെയ്യാം. അത് മതി. അതിന്റെ ബാക്കി കണിമംഗലത്ത്. അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം. നീ ഇത് മറന്നു പോരുത്. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ഒന്നും മറക്കില്ലമ്മേ. ഒരാൾ ചെയ്തത് മറക്കില്ല ഗൗതം. അവൾക്കൊരു പണി കൊടുക്കാന്ന് വെച്ചാ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്ക വരുൺ. പക്ഷേ ഇതവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല. ഈ തീപ്പൊരി ഒരു കാട്ടുതീക്കുള്ള തുടക്കവാ. അച്ഛാ, മോളോട് തൽക്കാലം ഇങ്ങോട്ട് വരണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലേ? അവിടെ ഇരുന്നിട്ട് മനസ്സ് വരുന്നില്ല അവളെ ഒന്ന് കാണാതെ. കണ്ടിട്ടും പ്രയോജനമൊന്നുമില്ല. അച്ഛനും അമ്മയും തൊട്ടടുത്തുണ്ടായിട്ട് പോലും അവൾ തിരിച്ചറിയുന്നില്ലല്ലോ. വാ.